ഒരു കാണുന്ന വാഴക്കൊല ഉണ്ടല്ലോ, ഇത് സംഭവം നിങ്ങൾ കണ്ടു കഴിഞ്ഞ് വിചാരിക്കും ഇത് എഡിറ്റിംഗ് ആണോ എന്ന്. എഡിറ്റിംഗ് ഒന്നല്ല, അമ്പരന്ന് നോക്കി പോയിട്ടുള്ള ഒരു കാഴ്ചയാണ് രാവിലെ. ഞാൻ എന്താണ് ഇത്രയും വലിയൊരു വാഴക്കൊല എന്ന് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, വല്ല ഒറിജിനൽ അല്ലാതെ വല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റാണോ എന്ന്. സംഭവം ഒറിജിനൽ തന്നെയാണ്. എൻ്റെ പെങ്ങളുടെ കുട്ടിക്ക് സുഖമില്ലാണ്ട് രാവിലെ ഞാനൊരു ഹോസ്പിറ്റൽ കേസായിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ഒരു ഡോക്ടറെ വീട്ടിൽ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടത്. അപ്പോൾ ഇതിനൊരു പേരുണ്ട്, ആ പേര് എനിക്കറിയാം, ഇപ്പം ഞാനത് പറയുന്നില്ല. ഒരു 10-20 പേരൊക്കെ ഈ ഒരു വാഴയുടെ പേര് അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആർക്കും അത് അറിയില്ലെങ്കിൽ ആ പേര് ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ഈ വാഴപ്പഴം ചിലപ്പോൾ കഴിച്ചുള്ളവരുണ്ടായിരിക്കാം, ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയെങ്കിൽ എന്തിൻ്റെ ടേസ്റ്റാണ് എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് പലരും കണ്ടിട്ടുണ്ടാവില്ല, ഞാനടക്കം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാഴക്കൊല കാണുന്നത്. ഏതാണ്ടൊരു 7 അടിയോളം ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത്, ഈ വാഴക്കൊല കേട്ടോ, വാഴയുടെ വലിപ്പമല്ല. അപ്പോൾ അത്രയും ഹൈറ്റിലുള്ള, എന്നേക്കാളും ഹൈറ്റ് അതിന് വലിപ്പമുള്ള ഒരു വാഴക്കൊലയാണ് ഇത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൊല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്നത് തന്നെ ഇത് മണ്ണിനോട് ചേർന്ന് ഇതിൻ്റെ കൊല തട്ടിയിരിക്കണു നിലത്ത്. അപ്പോൾ ഇനിയും അത് ഒരുപാട് താഴോട്ട് വരാനുണ്ട്, അതിന് സ്പേസ് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചെറിയൊരു കുഴി ഇപ്പോൾ തൽക്കാലം അതിന് മാന്തി കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും അവിടെയും മുട്ടിയിരിക്കണു. അപ്പോൾ ഇനി അത്രയും വലിയൊരു വാഴക്കൊല 8-9 അടിയൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട്, കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ അത്രയും നല്ലൊരു വാഴക്കൊലയാണ് ഇത് കണ്ടത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് കമൻറ്റ് ചെയ്യാം കേട്ടോ, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയുന്നവർ, അറിയാത്തവരൊന്ന് കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ. ഓക്കെ, ബൈ.